അപ്പോൾ ഇന്നത്തെ ചർച്ചാ വിഷയം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വളരെ ഹൈപ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഫുഡ് സ്പോട്ടിനെ പറ്റിയിട്ടാണ്. അതെ, നമ്മളിപ്പോൾ ഉള്ളത് കുറ്റിപ്പുറത്തുള്ള ചോറും മീനിലുമാണ് കേട്ടോ. എനിക്കൊരു ഇൻട്രോ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ ഫുഡ് ബ്ലോഗിങ് മാത്രം ചെയ്യുന്ന ആളാണെന്ന്. പക്ഷെ അങ്ങനെയില്ല. ഞാനിപ്പോൾ കഴിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാ വ്ളോഗേഴ്സും പറഞ്ഞതിൽ വെച്ചിട്ട് രണ്ട് കാര്യം സത്യമാണ്. ഒന്ന്, നല്ല തിരക്കായിരുന്നു. നമ്മൾ പേര് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ ഇരുന്നിട്ടൊക്കെയാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. രണ്ടാമത്, ഇവർ ചോറിന്റെ കൂടെ സെർവ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ മാങ്ങാക്കറി ഉണ്ട്. അത് നമ്മൾ ചോദിച്ചു മേടിക്കണം. അത് കുറേ വ്ളോഗേഴ്സ് അടിപൊളിയാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ട്രൈ ചെയ്തപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സംഗതി ഇതൊന്നുമല്ല, നമ്മളിവിടെ മെയിനായിട്ട് ട്രൈ ആക്കാൻ പോയത് അവരുടെ പൊരിച്ച മീനും അവരുടെ മസാലയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഓർഡർ ചെയ്തത് മെയിനായിട്ട് വലിയ മീനിൽ പൊട്ടത്തിമാന്തളും പിന്നെ കല്ലുമ്മക്കായ് റോസ്റ്റ്, ചെമ്മീൻ റോസ്റ്റ്, അതുപോലെ തന്നെ ചെറിയ മാന്തളൊക്കെയാണ്. എൻ്റെ എക്സ്പ്രഷൻ ഇടൽ കണ്ടിട്ട് ആര് തെറ്റിദ്ധരിക്കേണ്ട. ഒരു കാര്യം ഞാൻ ഉള്ളതുപോലെ പറയാം. നമ്മൾ ട്രൈ ചെയ്ത ഒരു ഫിഷും എനിക്ക് ഫ്രഷ് ആയിട്ട് തോന്നിയില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ സീ ഫുഡിലൊന്നും അത്ര ഹൈപ്പിന് മാത്രമുള്ള സംഗതിയൊന്നും അവിടെ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ പൈസ കൊടുത്ത് കഴിച്ച കാരണം നമ്മളെല്ലാം ഫിനിഷ് ചെയ്തിട്ടാണ് എണീറ്റത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ പോയിട്ട് ഓൾറെഡി ഫുഡ് ട്രൈ ആക്കിയവരാണെങ്കിൽ നിങ്ങളുടെ ഹോണസ്റ്റ് റിവ്യൂ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പം വായിക്കുന്നവർക്ക് അറിയാലോ എങ്ങനെയുണ്ട് എന്നുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.